ചൈനയെ ഒരു പ്രധാന ഭീഷണിയായി കണ്ടുകൊണ്ടുള്ളതായിരുന്നു ഇതുവരെയുള്ള അമേരിക്കയുടെ പ്രതിരോധ നയങ്ങളെല്ലാം. എന്നാൽ അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗണിന്റെ ഈ വർഷത്തെ നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജിയിൽ അതിന് വലിയ മാറ്റമുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ കുറേയേറെ ദശകങ്ങളായി ലോക പോലീസ് പദവി അലങ്കരിച്ചിരുന്ന അമേരിക്ക തങ്ങളുടെ പ്രതിരോധ നയങ്ങളിൽ കാതലായ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. ചൈനയെ ഒരു പ്രധാന ഭീഷണിയായി കണ്ടിരുന്ന പഴയ നിലപാടിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോയിരിക്കുന്നു. ഒപ്പം മറ്റു രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായി പണം ചെലവഴിക്കാൻ ഇനി തങ്ങളില്ല എന്നും നിലപാടെടുത്തിരിക്കുന്നു. എന്താണ് ഈ മാറ്റത്തിന് പിന്നിൽ? ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2026 പെന്റഗണിന്റെ നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൈനയെക്കുറിച്ചുള്ള പരാമർശമാണ്. ഇത്രയും കാലം അമേരിക്ക തങ്ങളുടെ ഏറ്റവും വലിയ സൈനിക വെല്ലുവിളിയായി കണ്ടിരുന്നത് ചൈനയായിരുന്നു. എന്നാൽ പുതിയ നയരേഖ പ്രകാരം ചൈനയെ നേരിടുന്നതിനേക്കാൾ അമേരിക്ക പ്രാധാന്യം നൽകുന്നത് സമാധാനപരമായ സഹവർത്തിത്വത്തിനാണ് എന്നാണ് പറയുന്നത്. ചൈനയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് ഗുണകരമല്ല എന്നാണ് പെന്റഗൺ ഇപ്പോൾ വിലയിരുത്തുന്നത്. തായ്വാൻ വിഷയത്തിൽ പോലും മുൻപുണ്ടായിരുന്ന അത്രയും കർക്കശമായ നിലപാട് ഇപ്പോൾ കാണാനില്ല. ചുരുക്കത്തിൽ ചൈനയുടെ വളർച്ചയെ തടയുക എന്നതിലുപരി ചൈനയുമായി ചേർന്ന് എങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് അമേരിക്ക ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇങ്ങനെയാണ് പെന്റഗണിന്റെ പുതിയ നയം വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. നാഷണൽ ഡിഫൻസ് സ്ട്രാറ്റജിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കുള്ള മുന്നറിയിപ്പാണ്. ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളെയും നാറ്റോ സഖ്യത്തിലെ യൂറോപ്യൻ രാജ്യങ്ങളെയും ഇനി സഹായിക്കാനില്ല എന്നാണ് അമേരിക്ക നൽകുന്ന മുന്നറിയിപ്പ്. സ്വയം സുരക്ഷയ്ക്കായി ഈ രാജ്യങ്ങൾ ഇനി മുതൽ കൂടുതൽ പണം ചെലവാക്കേണ്ടി വരുമെന്നാണ് പെന്റഗൺ നൽകുന്ന സൂചന. നിങ്ങളുടെ അതിർത്തി സംരക്ഷിക്കാൻ അമേരിക്കയുടെ നികുതി പണം എക്കാലവും നൽകാനാവില്ല എന്ന സന്ദേശമാണ് ട്രംപ് ഭരണകൂടം നൽകുന്നത്. വിദേശ രാജ്യങ്ങളിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം കുറയ്ക്കാനും ഇത്രയും കാലം അമേരിക്കയുടെ സഹായം ലഭിച്ചിരുന്ന രാജ്യങ്ങൾ സ്വന്തം പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും ഈ നയം ആവശ്യപ്പെടുന്നു. എന്നാൽ ഇസ്രായേലിനെ മാത്രം ഒരു മാതൃകാ സഖ്യകക്ഷിയായി നിലനിർത്തിക്കൊണ്ട് അവർക്കുള്ള പിന്തുണ തുടരുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക ഫസ്റ്റ് എന്നാണ് ഈ നയംമാറ്റത്തെ അവർ വിളിക്കുന്നത്. വിദേശ യുദ്ധങ്ങളിലും മറ്റും കോടിക്കണക്കിന് ഡോളർ ചെലവാക്കുന്നതിന് പകരം ആ പണം അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും ഉപയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അമേരിക്കയുടെ അതിർത്തികൾ സംരക്ഷിക്കുക, ഭീകരവാദം തടയുക, സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുക എന്നിവയ്ക്കായിരിക്കും ഇനി മുൻഗണന. ലോകത്തിന്റെ ഏത് കോണിലും ഇടപെടുന്ന രീതിക്ക് പകരം തങ്ങളുടെ രാജ്യത്തിന് നേരിട്ട് ഭീഷണിയുണ്ടാകുന്ന കാര്യങ്ങളിൽ മാത്രം ഇടപെടുക എന്നതാണ് പുതിയ തന്ത്രം. ഈ മാറ്റം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അമേരിക്ക പിൻവാങ്ങുന്നതോടെ ഏഷ്യയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചേക്കാം. അതുപോലെ യൂറോപ്പിൽ റഷ്യയ്ക്ക് കൂടുതൽ കരുത്തു കാട്ടാൻ ഇത് അവസരമൊരുക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്വാഡ് പോലുള്ള സഖ്യങ്ങളിൽ അമേരിക്കയുടെ താൽപര്യം കുറയുന്നത് പ്രതിരോധ മേഖലയിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തിയേക്കാം. ഓരോ രാജ്യവും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണമെന്നാണ് ഈ നയമാറ്റത്തിലൂടെ അമേരിക്ക നൽകുന്ന സന്ദേശം. ചുരുക്കത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലനിന്നിരുന്ന ആഗോള സുരക്ഷാ ക്രമമാണ് പെന്റഗണിന്റെ നയമാറ്റത്തിലൂടെ ഇവിടെ മാറുന്നത്. അമേരിക്ക ഒരു ലോക ശക്തിയായി തുടരുമെങ്കിലും മറ്റുള്ളവരുടെ കാവൽക്കാരനായി ഇനി ഉണ്ടാവില്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുകയാണ്.